നമസ്കാരം, ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. മനുഷ്യരായി വേഷം മാറിയ അന്യഗ്രഹ ജീവികൾ നമുക്കിടയിലുണ്ടെന്ന് പഠനം. ഇതുമായി ബന്ധപ്പെട്ട ചില പോസ്റ്ററുകളടക്കം ഫേസ്ബുക്കുകളിൽ കഴിഞ്ഞ ദിവസം പ്രചരിക്കുകയും ചെയ്തു. പലരും പറഞ്ഞു തങ്ങളോടൊപ്പമുള്ളവർ അന്യഗ്രഹ ജീവികളാണോ എന്ന് സംശയമുണ്ട് എന്നുപോലും. ഹാർവാർഡ് സർവകലാശാല തയ്യാറാക്കിയ ഗവേഷണ പ്രബന്ധത്തിലാണ് നമുക്കിടയിൽ വസിക്കുന്ന അന്യഗ്രഹ ജീവികളെക്കുറിച്ച് പരാമർശമുള്ളത്. അന്യഗ്രഹ ജീവികൾ അഗ്നിപർവ്വത മേഖലകളിലും ഭൗമാന്തർ മേഖലകളിലും താമസിക്കുന്നുണ്ടെന്നാണ് ഫിലോസഫി ആൻഡ് കോസ്മോളജി എന്ന ശാസ്ത്ര ജേണലിന് നൽകിയിരിക്കുന്ന പ്രബന്ധത്തിൽ പറയുന്നത്. ഹാർവാർഡിലെ ടീം ലോമസ്, ബ്രണ്ടർ കേസ് എന്നീ ഗവേഷകരും മൊണ്ടാന സാങ്കേതിക സർവകലാശാലയിലെ മൈക്കൽ പോളുമാണ് ഈ പഠനത്തിനു പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. പ്രബന്ധങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നാണ് റിപ്പോർട്ട്. ക്രിപ്റ്റോ ടെറസ്ട്രിയൽ എന്ന ഗൂഢവാദ സങ്കല്പത്തെ അടിസ്ഥാനമാക്കിയാണ് ഗവേഷണം നടത്തിയിരിക്കുന്നത്. അന്യഗ്രഹ ജീവികൾ വേഷം മാറി ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് എന്നും മനുഷ്യരെ അനുകരിച്ച് മനുഷ്യരായി ഇടകലർന്ന് ജീവിക്കുന്നതിനായി ഇവയെ തിരിച്ചറിയാൻ ആവില്ലെന്നും പ്രബന്ധത്തിൽ പറയുന്നു. ഇങ്ങനെ വേഷം മാറിക്കഴിയുന്ന അന്യഗ്രഹ ജീവികളെ സന്ദർശിക്കാനായി ഭൂമിയിലെത്തുന്ന വാഹനങ്ങളാകാം UFO എന്ന പേരിലുള്ള തിരിച്ചറിയാനാകാത്ത പേടകങ്ങളെന്ന് ഗവേഷണം നടത്തിയ ശാസ്ത്രജ്ഞർ കൂട്ടിച്ചേർക്കുന്നു. ചില ക്രിപ്റ്റോകൾക്ക് മനുഷ്യരൂപമല്ല. ഇവർ ഉരകങ്ങളോ അല്ലെങ്കിൽ ആൾക്കുരങ്ങുകളോട് സാമ്യമുള്ളവരോ ആണ്. അന്യഗ്രഹ ജീവികൾ ഭൂമിയുടെ ഗതിയും മനുഷ്യജീവിതവും തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റുകയാണെന്നും പറയപ്പെടുന്നു. ഈ സാധ്യതയും പ്രബന്ധം തള്ളിക്കളയുന്നില്ല. മെക്സിക്കോയിലെ പ്രോപ്പോ കാറ്റപ്റ്റൽ അഗ്നിപർവ്വതം, USA ശാസ്ത്രപർവ്വതം തുടങ്ങിയവയാണ് ഇവയുടെ താവളങ്ങളായി കണ്ടെത്തിയിരിക്കുന്നത്. ഭൂമിയിൽ മാത്രമല്ല ചന്ദ്രനിലും അന്യഗ്രഹ ജീവികളുണ്ടെന്ന സംശയം പ്രബന്ധത്തിലൂടെ ഗവേഷകർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവയെല്ലാം സാധ്യതകൾ മാത്രമാണെന്നും സത്യമാകണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് പഠനങ്ങൾ തുടങ്ങുന്നത്. ഇത്തരത്തിലുള്ള ക്രിപ്റ്റോ ടെറസ്ട്രിയൽസ് ഉണ്ടാകാനുള്ള സാധ്യത 10% മാത്രമാണെന്നും ഇവർ പറയുന്നു. നന്ദി, നമസ്കാരം. ന്യൂസ്, അഡ്വർടൈസിംഗ്, ഇവന്റ്സ്, ലൈവ്, ബ്രാൻഡിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, മീഡിയ പ്രൊഡക്ഷൻസ്, ശബ്ദ ദൃശ്യ വിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ്, ITI ജംഗ്ഷൻ, കട്ടപ്പന.